ഈ വീഡിയോ കാണുന്ന ബി.ജെ.പി. പ്രവർത്തകരോടും എൽ.ഡി.എഫ്, യു.ഡി.എഫ് പ്രവർത്തകരോടും ഒരു കാര്യം പറയാം. ഈ കാര്യത്തിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. പാർട്ടി നോക്കരുത്. അതായത് ബാലറ്റ് ബോക്സിനെ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന, ഞെട്ടിക്കുന്ന, നടുക്കുന്ന CCTV ദൃശ്യം വന്നിട്ടുണ്ട്. അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. പൊന്നു 3 പാർട്ടിക്കാരോടും പറയുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, 4 ആളിലേക്ക് എത്തിക്കണം. എത്തിയാലേ സത്യമെന്തെന്ന് ലോകമറിയും. എനിക്ക് ഭീഷണി വരും, പ്രശ്നമല്ല. എന്നെ ഒറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ തീർക്കും. എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്തക്കും തള്ളക്കും വിളി വരും. ഒരു പ്രശ്നവുമില്ല. ഈ വീഡിയോ 4 ആളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ. അതായത് ബാലറ്റ് ബോക്സ് ഹാക്ക് ചെയ്യുന്ന, ബാലറ്റ് ബോക്സിനെ തകർക്കുന്ന, ഞെട്ടിക്കുന്ന, നടുക്കുന്ന CCTV ദൃശ്യം വന്നിട്ടുണ്ട്. അത് വെച്ച് തരാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്. പൊന്നു മനുഷ്യന്മാരെ, അതായത് നിങ്ങൾ BJPക്ക് വോട്ടിട്ടു, അങ്ങനെ സങ്കല്പിക്കൂ. അതിനുശേഷം BJP കൊടുങ്കാറ്റായി വിജയിക്കുന്നു. നിങ്ങൾ വലിയ രീതിയിൽ ഹാപ്പിയാണ്, നിങ്ങൾക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്, ഇത് നിങ്ങളിട്ട വോട്ട് കൊണ്ടല്ല BJP ജയിച്ചത്, അവർ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തിട്ട് വിജയിച്ചു എന്ന ഒരു തെളിവ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താവും? നിങ്ങളുടെ വോട്ടിന് ഇത്തിരിയെങ്കിലും വിലയുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ BJP ഭരിക്കട്ടെ, LDF ഭരിക്കട്ടെ, UDF ഭരിക്കട്ടെ, ഏത് പാർട്ടി വേണമെങ്കിലും ഭരിക്കട്ടെ, പക്ഷെ അത് സത്യസന്ധമായിട്ട് ഭരിക്കണം എന്ന് മാത്രം ഞാൻ പറയാം. നിങ്ങൾ നടുക്കുന്ന, ഞെട്ടിക്കുന്ന ഈ ഒരു വീഡിയോ കാണണം. അതിനുശേഷം കുറെ വിഷയം എനിക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെ ബംഗാളിൽ നാടകീയ രംഗങ്ങൾ. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ബാലറ്റ് ബോക്സുകൾ തുറക്കാൻ ശ്രമിക്കുന്നുവെന്നും പാർട്ടി പ്രതിനിധികളുടെ എല്ലാം സാന്നിധ്യമില്ലാതെയാണ് നീക്കമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. മമതാ ബാനർജി സ്ട്രോങ് റൂമിന് പുറത്ത് ധരണയിരിക്കുന്നു. വിവരങ്ങളുമായി വൈശാഖ് ആര്യൻ ചേരുന്നു. എക്സിറ്റ് പോൾ പ്രവചനങ്ങളും BJPയുടെ അട്ടിമറി വിജയം പ്രവചിച്ച പശ്ചിമ ബംഗാളിൽ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊൽക്കത്തയിലെ നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിലെ സ്ട്രോങ് റൂമിൽ ഇന്ന് വൈകിട്ട് അനധികൃതമായി ചിലർ കയറിയെന്നും സീൽ ചെയ്ത ബാലറ്റ് ബോക്സുകൾ തുറക്കാനും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് അട്ടിമറിക്ക് ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ആദ്യം തൃണമൂൽ കോൺഗ്രസിന്റെ മന്ത്രിയും കുണാൽ ഘോഷ് അടക്കമുള്ള മുതിർന്ന നേതാക്കളും അവിടെ എത്തി ഈ സ്ട്രോങ് റൂമിന് പുറത്ത് ധർണ ഇരുന്നത്. ഈ ധർണ ഇരിക്കുന്നതിനിടെ അവർ പറഞ്ഞത്, ഇക്കാര്യം ചോദ്യം ചെയ്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ തങ്ങളോട് ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു എന്നാണ്. അതായത് തെറ്റ് സമ്മതിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. തൊട്ടു പിന്നാലെ അല്പസമയം മുൻപ് മമതാ ബാനർജിയും അവിടേക്ക് എത്തി. ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന് ധർണ നടത്തുകയാണ്. ഈ സ്ട്രോങ് റൂമിലേക്ക് എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളെ അടങ്ങുന്ന സംഘത്തെ പരിശോധിക്കാൻ വേണ്ടി അയക്കണം എന്നാണ് ഇപ്പോൾ മമതാ ബാനർജി അടക്കം ആവശ്യപ്പെടുന്നത്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുമോ എന്നത് കണ്ടറിയണം. ഏതായാലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇപ്പോൾ അവിടെ ധർണ ഇരുന്ന് വലിയ ബഹളം വയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ആകെ പുറത്തു വന്ന 6-ൽ 4 പ്രവചനങ്ങളും BJPക്കായിരുന്നു അനുകൂലമായിട്ട് പ്രവചിച്ചിരുന്നത്. ഇന്ന് പുറത്തു വന്ന ഒരു സർവേ കൂടി BJPക്ക് വലിയ വിജയം പ്രവചിച്ചിരുന്നു. ഇതെല്ലാം തന്നെ BJPയുടെ ഗൂഢാലോചനയാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എന്നതടക്കമുള്ള പ്രതികരണം നടത്തിയതിന് ശേഷമാണ്. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഞങ്ങളിടുന്ന വോട്ടിന് ഇത്തിരെങ്കിലും വിലയില്ലെന്നാണോ കേന്ദ്രം പറയുന്നത്? പൊന്നു മനുഷ്യന്മാർ, ഈ തട്ടിപ്പിന്റെ ഗൂഢാലോചന എങ്ങനെയെന്ന് ഞാൻ പറയാം. അതായത് എക്സിറ്റ് പോൾ ഇറക്കുമ്പോൾ റെക്കോർഡ് സീറ്റിന് BJP വിജയിക്കുമെന്ന് എല്ലാ എക്സിറ്റ് പോളിനെ കൊണ്ടും പറയിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന BJP ട്രെൻഡ് എന്ന്. അതിനുശേഷം വോട്ടിംഗ് ഹാക്ക് ചെയ്തിട്ട്, ബാലറ്റ് ബോക്സ് ഹാക്ക് ചെയ്തിട്ട് BJPയെ വിജയിപ്പിക്കുന്നു, BJP ജയിക്കുന്നു, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ BJP ജയിക്കുന്നു. ഇതൊക്കെ എന്താണ്? എൻ്റെ പൊന്നു മോദി സർക്കാരിനോടൊരു കാര്യം പറയുകയാണ്. പൊന്നാര മോദി സർക്കാർ, നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. നിങ്ങൾ ഇടപെട്ടിട്ട് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം. ജയിക്കണം BJP, നിങ്ങൾ ജയിക്കണ്ടെന്ന് പറഞ്ഞത്, പക്ഷെ സത്യസന്ധമായിട്ട് ജയിക്കണം. ഇപ്പോൾ ഈ പറയുന്ന മുംബൈയിൽ, മഹാരാഷ്ട്രയിൽ റെക്കോർഡ് സീറ്റിനാണ് BJP ജയിച്ചത്. എന്നാൽ ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ കണക്ക് പുറത്തുവിട്ടപ്പോൾ ഒരു എക്സാമ്പിൾ കണക്ക് പറയാം. പോളിംഗ് രേഖപ്പെടുത്തിയത് 10 ലക്ഷമാണെങ്കിൽ വോട്ട് എണ്ണിയപ്പോൾ 12 ലക്ഷം വോട്ട് കിട്ടി. എങ്ങനെ ഇരിക്കണ്? ഇതൊക്കെ വളരെ വളരെ തെറ്റാണ്. ഓക്കെ, അതായത് ആദ്യം എക്സിറ്റ് പോളിന് പൈസ കൊടുത്തിട്ട് പറയിപ്പിക്കുന്നു, ഇന്ന് BJP കൊടുങ്കാറ്റെന്ന് നിങ്ങൾ പറയണം. അതിനുശേഷം വോട്ടെണ്ണുമ്പോൾ BJPക്ക് സീറ്റ് കിട്ടുന്നു. ഇതൊക്കെ എന്താണ്? ഇന്ത്യയുടെ ജനാധിപത്യത്തിനല്ലേ യഥാർത്ഥത്തിൽ തീവ്രവാദം എന്ന് പറയുന്നത്? ഇതിനെയല്ലേ? നമ്മുടെ ഇന്ത്യയെ തന്നെ ഇല്ലാതാക്കുന്നതല്ലേ?
അതായത് ഇലക്ഷനിൻ്റെ ഒരു ഇതേ പോയി, രുചിയെ പോയി. ഇനി ആരും വോട്ടിടാൻ പോകത്തില്ല. കാരണം വോട്ട് ഇപ്പോൾ BJP പ്രവർത്തകർ BJPക്ക് വോട്ടിടുന്നതിനും ഒരർത്ഥവും ഇല്ല. അവർ ഇട്ടാലും ഇട്ടില്ലെങ്കിലും BJP ജയിക്കും. പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ടിട്ട് അവർ BJPക്ക് വോട്ടിടുന്നത്? എന്താണല്ലേ ഇത്? ഇങ്ങനെ അധികാരം പിടിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾ തന്നെ 2-3 ഫോട്ടോസ് ഞാൻ വെച്ച് തരാം. നോക്കൂ നിങ്ങൾ. BJP തരംഗം എല്ലാ എക്സിറ്റ് പോളും പറയുന്നത് പശ്ചിമ ബംഗാളിൽ BJP തരംഗം എന്ന് പറഞ്ഞിട്ട്. എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം. അവിടുത്തെ നിലവിലെ CM ആയിട്ടുള്ള മമതാ ബാനർജിക്ക് അതിനെ കാവൽ നിൽക്കേണ്ട ഒരു അവസ്ഥ, ഒരു ഗതികേട് വരുന്നു എന്നറിയുമ്പോൾ നമ്മുടെ കേരളത്തെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് ചർച്ച ചെയ്യാം. ഇവിടെ നമ്മൾ മലയാളികൾ ഒരു വേറെ ലെവലാണ്. അത് ഭയങ്കര സംഭവം തന്നെയാണ്. മലയാളികൾ കേരളത്തിൽ ഒരു ഉടായ്പ നടക്കുന്നില്ല എന്നത് 100% ശരിയാണ്. ഓക്കെ, അതായത് മലയാളികൾക്ക് ഒരു ഇത്തിരി പവർ കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറയാം. പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ഈ പറയുന്ന ബാലറ്റ് ബോക്സ് ഒക്കെ സൂക്ഷിച്ച റൂമിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ 4 ആൾക്കാരുണ്ടാവും, മമതാ ബാനർജിയുടെ ഒരു 4-5 ആൾക്കാർ, BJPയുടെ 4-5 ആൾക്കാർ അതിനെ കാവലായിട്ടുണ്ടാവും. അപ്പോൾ BJP പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര കോടി തരാം, അകത്ത് ഞങ്ങൾ ചില പരിപാടി നടത്തും. അപ്പോൾ മമതാ ബാനർജിയുടെ പാർട്ടിക്കാർ പോലും ഓക്കെ, ഞങ്ങൾക്ക് കോടികൾ കിട്ടുന്നുണ്ടല്ലോ, അകത്ത് കയറി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യൂ, അങ്ങനെ ചിന്തിക്കുന്നവരാണ്. നേരെ മറിച്ചിട്ട് ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ മറ്റേ ഈ ബാലറ്റ് ബോക്സ് സൂക്ഷിച്ച റൂമിൽ UDF പ്രവർത്തകർ, LDF പ്രവർത്തകർ, BJP പ്രവർത്തകർ കാവലാണ്. അപ്പോൾ LDF പ്രവർത്തകർ അല്ലെങ്കിൽ BJP പ്രവർത്തകർ പറയുന്നു, നിങ്ങൾക്ക് ഇത്ര കോടി തരാം, ഞങ്ങളത് ഹാക്ക് ചെയ്യുന്നു, ഞങ്ങളിതിനെ മാറ്റാൻ പോകുന്നു. ഒറ്റ വണ്ണം പോലും സമ്മതിക്കൂല. അതാണ് മലയാളികൾ. അങ്ങനെ വേണം ഇന്ത്യയിൽ മൊത്തത്തിൽ. ഒരു എക്സാമ്പിളും കൂടി പറയാം. നമ്മൾ മലയാളികൾ, കേരളക്കാർ ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്കോ ദുബായിലേക്കോ പോയി കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക പരിഗണനയുണ്ട്. അതായത് നമുക്ക് നല്ല പണി കിട്ടും, നമ്മളെ വിശ്വസിച്ച് മാനേജറാക്കും, നമുക്ക് ഇഷ്ടം പോലെ സാലറി ആദ്യം കൂട്ടിത്തരും. കാരണം മലയാളികൾ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളും കൂടി. അതായത് ഇപ്പോൾ ഞാൻ മലയാളിയായിട്ട് ഞാൻ ഗൾഫിലേക്ക് പണിക്ക് പോയെന്ന് വെച്ചോളൂ. നമ്മളൊരു 3 വർഷം പണിയെടുക്കും, 4ാമത്തെ വർഷം നമ്മൾ ഓണറായിരിക്കും. ആ പണി കണ്ട് പഠിച്ചിട്ട് അതിലെങ്ങനെ ലാഭം വരുമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങും. അതാണ് ഇപ്പോൾ ഒരു കൊൽക്കത്തക്കാരനോ UPക്കാരനോ ഗുജറാത്തുകാരനോ കേരളത്തേക്ക് പണിക്ക് വന്നാൽ 10 വർഷം കേരളത്തിൽ പണിയെടുത്തിട്ടും അവന് ഒരക്ഷരം പോലും മലയാളം സംസാരിക്കാൻ അറിയോ? ഇല്ല. നേരെ മറിച്ചിട്ട് ഒരു മലയാളി ഈ പറയുന്ന ഗുജറാത്തിലേക്കോ കൊൽക്കത്തയിലേക്കോ പോയിട്ട് ഒരു 2 മാസം പണിയെടുത്താൽ മതി, അവൻ നല്ല രീതിയിൽ ഹിന്ദി സംസാരിക്കും. അതാണ് മലയാളി പവർ. ഇതൊക്കെ പറയുന്നത് നമ്മൾ മലയാളികൾ വേറെ ലെവലാണ്. ഇവിടെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പണി, വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വൃത്തികെട്ട പണി കേരളത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ ഒരു കാലത്തും ഇവിടെ ഈ പറയുന്ന LDF തന്നെയോ അല്ലെങ്കിൽ UDF തന്നെയോ അല്ലെങ്കിൽ BJP തന്നെയോ ഒരിക്കലും അധികാരത്തിൽ വരത്തില്ല. അതായത് പരമാവധി നോക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരൊക്കെ എങ്ങനെയെങ്കിലും ഒരു 10 സീറ്റ് ഹാക്കിംഗ് ആക്കിയിട്ടോ മറിച്ചിട്ടോ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയെന്ന്. ഞാൻ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നു. മിസ്റ്റർ മോദി സർക്കാരെ, കേരളത്തിൽ ഇന്ത്യയുടെ ഒരു പൗരനായത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നത്. സത്യസന്ധമായിട്ട് ഒരു എലക്ഷൻ നടത്തിയിട്ട് നിങ്ങൾക്ക് അടുത്തതായിട്ട് പ്രധാനമന്ത്രിയാവാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റുമോ? ഒരു വോട്ടിംഗ് മെഷീനും ഹാക്ക് ചെയ്യാതെ നല്ല രീതിക്ക് ക്ലിയർ ആയിട്ട് ജനങ്ങൾ ആർക്കൊപ്പം വന്ന് നമ്മുടെ ഇരുന്ന് നോക്കാം. ഉറപ്പായിട്ടും BJP അധികാരത്തിൽ നിന്ന് പോകും. കോൺഗ്രസ് തന്നെ, അതായത് ഇപ്പം നിലവിൽ കോൺഗ്രസിന് ആകെ സീറ്റ് 199 സീറ്റാണ്. ഇവറ്റകൾ വോട്ടിംഗ് മെഷീനൊക്കെ ക്ലിയറായി വെക്കുന്നുണ്ടെങ്കിൽ 200-300 സീറ്റ് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ നേടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തിനു വേണം മുംബൈയിൽ ഇലക്ഷൻ നിങ്ങൾ ഒന്നും കൂടി നടത്തി നോക്ക്. അട്ടിമറി ജയിച്ചുകൊണ്ടല്ലേ BJP പോയത്. ഉറപ്പായിട്ടും കോൺഗ്രസ് ജയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ വളരെ വളരെ തെറ്റാണ്. വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യുന്നത് നിങ്ങൾ BJPക്കാരെയും ചതിക്കുന്നുണ്ട്, എല്ലാവരെയും ചതിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം BJPക്ക് വോട്ടിട്ട അമ്മമാർ ഇതൊക്കെ ഹാക്ക് ചെയ്തിട്ടാണ് ജയിക്കുന്നത് എന്നറിയുമ്പോൾ എന്താവും അവസ്ഥ? അപ്പോൾ എന്തായാലും തൽക്കാലം വൈൻഡപ്പ് ചെയ്യുക. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.